പഴയ പോലെ അവഹിത കേസുകളോ ഈ നടന്മാരുടെ MDMA കേസുകളോ മീറ്റു കേസുകളോ ഒന്നും വരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ചാനലിൻ്റെ TRP റേറ്റിംഗ് കുത്തനെ ഇടിയുമല്ലോ. എന്താണ് ദൈവമേ സംഭവിക്കുന്നത്? ശരിയാ, നമുക്ക് എന്തെങ്കിലും ഫേക്ക് ന്യൂസ് വല്ലതും കൊടുത്താലോ? 90 കാലഘട്ടത്തിൽ ഇതുപോലെ വ്യാജ വാർത്തകൾ കൊടുത്തിട്ട് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ പോലും അട്ടിമറിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. മിസ്റ്റർ വാവ, ഈ 90-80 കാലഘട്ടങ്ങളിലോട്ട് പോവാതെ 2025 വരണം. അതെ അതെ, പുതിയൊരു വാർത്ത കിട്ടിയിട്ടുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ആരംഭിച്ചു. അതിർത്തിയിലെ ജനങ്ങളുടെ ജീവിതവും അതിർത്തിയിലെ പട്ടാളക്കാരുടെ അവസ്ഥയും വളരെ മോശമാണ്. കുറെ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് ഈ ചാനൽ എന്താ ഗതി പിടിക്കാത്തത്. അജയ, ഞാൻ ഈ ഒരു കാര്യത്തിനെ പറ്റി വളരെയധികം ചിന്തിക്കാറുണ്ട്. തരുൺ, അതിനെപ്പറ്റി പറയുമ്പോൾ എനിക്ക് നല്ല ആശങ്കയുണ്ട്. ആശയങ്ങളൊന്നും കയ്യിലില്ലെങ്കിലും ആശങ്കയ്ക്ക് ഒരു കുറവുമില്ല മിസ്റ്റർ വാവയ്ക്ക്. വേണ്ടായിരുന്നു. എടാ പൊട്ടന്മാരെ, ഇത് ഊതി പെരുപ്പിച്ച് TRP കേറ്റ്. അതൊരു നല്ല ഐഡിയ ആണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. പ്രിയ പ്രേക്ഷകരെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇത് കാശ്മീരിൻ്റെ ഭാഗമാണ്, ഇത് ഗുജറാത്തിൻ്റെ ഭാഗമാണ്, ഇത് പഞ്ചാബിൻ്റെ ഭാഗമാണ്. രാജ്യം യുദ്ധസമാനമായ സാഹചര്യത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷവും രാജ്യം ആക്രമിക്കപ്പെട്ടേക്കാം. ഈ ഒരു നിമിഷത്തിൽ നമ്മളെല്ലാവരും ഭാരതീയരാണ്, നമ്മൾ ഇന്ത്യക്കാരാണ്. അതിർത്തിയുടെ ഈ കാണുന്ന ഈ വരകളിലൂടെ ഇന്ന് ഇന്ത്യക്കാരൻ്റെ വികാരമാണ് നമ്മൾ കാണിച്ചു കൊടുക്കാൻ പോണത്. നമ്മുടെ ഇന്ത്യയുടെ ഹൃദയത്തിലേറ്റ ഈ ഒരു മുറിവിന് മറുപടി കൊടുക്കാനായിട്ട് സിന്ദൂര തിലകവും ചാർത്തി പുള്ളിക്കുയിലെ പോരുന്നി എന്ന് പറഞ്ഞ് നമ്മള് ഇപ്പൊ നിൽക്കുന്നത് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്മൺ റിയാലിറ്റിയിലൂടെ ഇന്ന് നമ്മള് പട്ടാളക്കാർക്ക് വഴി കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. ഈ ഒരു ന്യൂസ് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വരുന്നത്. അത് നമ്മൾ സപ്പോർട്ടർ ചാനലിലൂടെയാണ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് അതിർത്തിയുടെ ഈ ഒരു പ്രാന്ത പ്രദേശങ്ങളിലൂടെയാണ്. ഇത് നമ്മുടെ ഓക്മൺ റിയാലിറ്റിയിലൂടെ ഇന്ന് പട്ടാളക്കാർക്ക് നമ്മുടെ ചാനലാണ് വഴി കാണിച്ചു കൊടുത്തിരിക്കുന്നത്. ഇത് ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമാണ്. സപ്പോർട്ടർ TV ആണ് ഈ വഴി കാണിച്ചു കൊടുത്തിരിക്കുന്നത്. ഇവിടെ പെട്ടുപോയ പട്ടാളക്കാർക്ക് നമ്മുടെ റിപ്പോർട്ടറായിട്ടുള്ള ഗണേഷ് ടോർച്ച് അടിച്ച് വഴിതെളിച്ച് കാണിച്ചു കൊടുത്തിട്ടാണ് അതിർത്തിയിലേക്ക് കടത്തിവിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ വാർത്ത ആദ്യമായിട്ട് പുറത്തു വിടുന്നത് സപ്പോർട്ടർ ചാനലാണ്. സപ്പോർട്ടറാണ് മുന്നിൽ. റിപ്പോർട്ടർ, അതായത് പട്ടാളക്കാർക്ക് ടോർച്ച് അടിച്ച് വഴി കാണിച്ചു കൊടുത്ത നമ്മുടെ ഗണേഷ് ഇതാ ഈ ലൈനിലുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഗണേഷുമായിട്ട് കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഇനി വിശദമായ വിവരങ്ങൾ ഗണേഷ് നൽകും. ഗണേഷ്, എന്താണ് ഇപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഗണേഷ് പറയൂ. ഗണേഷ്, നിങ്ങൾ അടി ആ തരണ പറയണ. ഞാനിവിടെ തൃശ്ശൂർ പൂരമൊക്കെ കണ്ട് വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ടുള്ള പരിപാടി നിൽക്കുന്നു. നിങ്ങൾ വരുന്നില്ലേ? വാ, രണ്ടെണ്ണം അടിച്ച് ഒരു രസമാ. അതിർത്തിയില് യുദ്ധത്തിലാണ് ഗണേഷ് ഇപ്പോൾ നിൽക്കുന്നത്. അതിർത്തിയിലാണ്. പാറമേക്കാവ് ആകാശത്ത് 2 മിനിറ്റൊക്കെ പൊട്ടിച്ച് തിരുവമ്പാടി എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഗർഭം കലക്കി പൊട്ടിക്കാനാണോ? നമുക്കൊരു ഫ്ലാഷ് ന്യൂസ് അടിച്ചാലാ. ഗണേഷ് ഇപ്പോൾ കാശ്മീരിലാണ്. യുദ്ധത്തിന്റെ നടുവിലാണ് ഗണേഷ്. യുദ്ധത്തിന്റെ നടുവിലാവാം. സൈന്യത്തിന് വഴികാട്ടിയത് ഗണേഷ് അല്ലേ? സൈന്യത്തിന് വഴികാട്ടിയത് ഞാനാണ്, തരുൺകുമാർ. നമുക്ക് എന്താ പറയുന്നത്, ഇവിടെ യുദ്ധസമാനമായിട്ടുള്ള ഭയങ്കര പ്രശ്നങ്ങളാണ്. ഞാൻ വരുന്ന വഴിക്കാണ് ഈ പട്ടാളക്കാർ വഴിയറിയാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പം നമ്മുടെ ഓക്മൺ റിയാലിറ്റിയിലൂടെയാണ് ഞാൻ വഴി കാണിച്ചു കൊടുത്തത്. പിന്നെ ടോർച്ചടിച്ച് ഞാൻ കുറച്ച് ഭാഗത്ത് കൊണ്ടാക്കിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഭയങ്കര പ്രശ്നങ്ങളാണ്, സ്ഫോടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തരുൺകുമാറിന് ഇത് നോക്കിയാൽ അറിയാൻ പറ്റും. എൻ്റെ പുറകു വശത്ത് വൻപൻ യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് അമിട്ട് പൊട്ടുന്നു, അല്ല ഗ്രനേഡ് പൊട്ടുന്നു, മിസൈൽ പൊട്ടുന്നു. മൊത്തത്തിൽ ഇവിടെ യുദ്ധത്തിന്റെ അന്തരീക്ഷമാണ്. അതെ ഗണേഷ്, നോക്കൂ, ഒരു പാക് ഭീകരനെയാണ് നമ്മൾ കാണുന്നത്. ഒരു പാക് ഭീകരന്റെ ദൃശ്യങ്ങളാണ് നമ്മുടെ സപ്പോർട്ടർ ചാനലിലൂടെ ആദ്യം പുറത്തു വന്നിരിക്കുന്നത്. കാണുക കേരളമേ, ഇത് ഒരു പാക് ഭീകരനാണിത്. നോക്കൂ, ഒരു പാക് ഭീകരൻ, ഒരു ആജാനുബാഹു പിറകിലൂടെ പോകുന്നുണ്ട്. നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. വാർത്ത താനോസ്. എന്റെ ഗെയിം. ഹലോ തരുൺ, നമ്മുടെ VFX ടീമിനോട് ഒന്ന് പറയുമോ ഒരു വേറൊരു യുദ്ധം വിടാൻ? അതെ ഗണേഷ്, നോക്കൂ, ഒരു പാക് ഭീകരനെയാണ് നമ്മൾ കാണുന്നത്. ഒരു പാക് ഭീകരന്റെ ദൃശ്യങ്ങളാണ് നമ്മുടെ സപ്പോർട്ടർ ചാനലിലൂടെ ആദ്യം പുറത്തു വന്നിരിക്കുന്നത്. കാണുക കേരളമേ, ഇത് ഒരു പാക് ഭീകരനാണിത്. ഹലോ തരുൺ, നമ്മുടെ
VFX ടീമിനോട് ഒന്ന് പറയുമോ ഒരു വേറൊരു യുദ്ധം ഇടാൻ? മനസ്സിലായടാ ഷൊണ്ണന്മാരാടാ തേഞ്ഞ്. നമുക്ക് നേരെ ന്യൂസ് ലൈവിലേക്ക് പോവാം, ന്യൂസ് അവറിലേക്ക് പോവാം. അവിടെ അജയ പാർവതിയും വാവ ബാലകൃഷ്ണനും നമുക്കൊപ്പമുണ്ട്. നമുക്ക് അവർക്കൊപ്പം ചേരാം. പുതിയൊരു വാർത്ത കിട്ടിയിട്ടുണ്ട്. പാകിസ്ഥാനെ ഈ ഭൂമുഖത്തു നിന്ന് തന്നെ ഇല്ലാതാക്കുമെന്ന് കേന്ദ്ര വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അജയ, ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ ശ്രീനഗറിന്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന 2 വെളിച്ചങ്ങൾ അതെന്താണെന്ന് ഇപ്പോഴും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്ത. മാത്രമല്ല, ഇപ്പോൾ നമ്മൾ കാണുന്ന ഗുജറാത്തിന്റെ ഈ ഒരു ഭാഗത്ത് ഇവിടെ വൻ പൊട്ടിത്തെറികളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ സ്ഥിരീകരിക്കാത്ത ഒരുപാട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഏറ്റവും ജെനുവിനായിട്ട് വാർത്തകൾ സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ സപ്പോർട്ടർ ചാനലാണ്. മറ്റൊരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ വ്യോമസേന വമ്പൻ തിരിച്ചടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ യുദ്ധസമാനമായിട്ടുള്ള അവസ്ഥയിലേക്ക് കടന്നിരിക്കുകയാണ്. പാകിസ്ഥാൻ ഏതൊരു നിമിഷവും ഇല്ലാതായി പോകുമെന്നുള്ള കൃത്യമായ റിപ്പോർട്ടുകളാണ് ഇന്ത്യൻ വ്യോമസേന നേരിട്ട് സപ്പോർട്ടർ ചാനലിന് തന്നുകൊണ്ടിരിക്കുന്നത്. ആ ഫ്ലൈറ്റിംഗ് കമാൻഡർ പോലും നമ്മളോട് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് സംസാരിക്കാറുണ്ട് എന്നുള്ള വാർത്തയും നമ്മൾ ആദ്യമായിട്ട് പുറത്തുവിടുകയാണ്. ലോക ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമായിട്ടുള്ളൊരു സംഭവമായിരിക്കാം. അജയ്ക്ക് പുതിയ വാർത്തകൾ കിട്ടാറുണ്ടല്ലോ, എന്തൊക്കെയാണ് നീ പറയാനുള്ളത്? പറഞ്ഞോളൂ. ഓക്കെ, അപ്പോൾ അതേ ഗുജറാത്തിൽ മിസൈലുകളൊക്കെ വീണുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇപ്പോൾ IPL ഒക്കെ നിർത്തി വെച്ചിരിക്കുകയാണ്. IPL ഒക്കെ ഇനി ഉണ്ടാകുമോ എന്ന് തന്നെ നമുക്ക് സംശയമാണ്. എനിക്ക് ഒരു വാർത്ത കിട്ടിയിട്ടുണ്ട്. വളരെ പ്രധാനമായിട്ടുള്ളൊരു വാർത്തയാണ്. വളരെ ഗൗരവത്തോടെ എടുക്കേണ്ട ഒരു വാർത്തയാണ്. ഇന്ത്യയിലെ എല്ലാ എയർപോർട്ടുകളും അടച്ചു. ഇനി ഒരു മുന്നറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ഒരു ഫ്ലൈറ്റുകളും ഇനി ഇന്ത്യയിൽ നിന്ന് പുറത്തേക്കോ പോയില്ല എന്നാണ് എനിക്കൊരു പ്രത്യേക വാർത്ത കിട്ടിയിട്ടുള്ളത്. ഒരുപാട് സങ്കടകരമായ കാര്യം തന്നെയാണ്. നമ്മുടെ ഇന്ത്യയിലുള്ള ഓരോ വ്യക്തികൾക്കായാലും വളരെ സങ്കടകരമാണ്. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായാലും തൊഴിൽ തേടി പോകുന്നവർക്കായാലും എല്ലാം നമുക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ത്യ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വളരെ നിഷ്ഠൂരമായ ഈ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഓരോ പ്രേക്ഷകനെയും നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓഗ്മെന്റ് റിയാലിറ്റിയിലൂടെ ഒരു യുദ്ധം തന്നെ നമ്മളിവിടെ സമ്മാനിച്ചിരിക്കുകയാണ്. മാത്രവുമല്ല, കേരള ഭൂമിയും അതുപോലെ തന്നെ കേരള രമയും ഒക്കെ എത്തുന്നതിനേക്കാളും ഒരുപാട് മുന്നിലേക്ക് നമ്മുടെ സപ്പോർട്ടർ ചാനൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഫാക്ട് ചെക്ക് നടത്തിയിട്ടുണ്ട്. നിങ്ങൾ ഫാക്ട് ചെക്ക് നടത്തിയതില് ഇത് ഫാമിലി ഗ്രൂപ്പില് കേശവമ്മാവൻ അയച്ചതാണ്. സോറി, ഇതൊരു ഫേക്ക് ന്യൂസ് ആണ്. സോറി. ഈ ഒരു അവസ്ഥയിൽ നിങ്ങളോടായിട്ട് പറയുകയാണ്, സ്ഥിരീകരിക്കാത്ത ഒരുപാട് വാർത്തകൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ ഒരു തരത്തിലുള്ള വ്യാജ വാർത്തകളെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യരുത്. കാരണം സപ്പോർട്ടർ ചാനലിൽ മാത്രമാണ് ശരിയായ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നേരത്തെ നമ്മുടെ വാവ ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ കേശവ മാമന്മാർ സ്പ്രെഡ് ചെയ്യുന്ന പല വാർത്തകളും അത് വ്യാജമാണ്. നിങ്ങൾ ഒരു കാര്യം കൂടെ ഓർക്കുക, വ്യാജ വാർത്തകൾ നിങ്ങൾ പരത്താൻ ശ്രമിക്കരുത്. അത് നമ്മുടെ ഭാവി തലമുറയെ ബാധിക്കും, നമ്മുടെ ഇന്ത്യയുടെ യശസ്സിനെ ബാധിക്കും. ഇതൊക്കെ സപ്പോർട്ടർ ചാനൽ നിങ്ങൾക്ക് സത്യസന്ധമായ വാർത്തകൾ സമ്മാനിച്ചു കൊണ്ടേയിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ് വിത്ത് സപ്പോർട്ടർ.